നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ ഒരുപാട് പേര് ചോദിച്ചനുസരിച്ച് വീണ്ടും ചെയ്യുകയാണ്. അതായത് നമുക്ക് ഒരു വസ്തു മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല തരത്തിലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ചും അറിയാൻ വയ്യാത്ത ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം? ഒന്ന്, ആധാരം. അതായത് ടൈറ്റിൽ ഡീഡ്. അതായത് നമ്മൾ ആരിൽ നിന്നാണോ വസ്തു മേടിക്കുന്നത് അയാളാണ് അതിന്റെ ഓണർ എന്ന് കാണിക്കുന്ന ഒരു ടൈറ്റിൽ ഡീഡ് ഉണ്ടല്ലോ, ഡോക്യുമെന്റ് ഉണ്ടല്ലോ, അതാണ് ആധാരം എന്ന് പറയുന്നത്. രണ്ട്, മുന്നാധാരം. അയാൾക്ക് എവിടെ നിന്ന് ആ വസ്തു കിട്ടി, ആ വസ്തു ട്രാൻസാക്ഷൻ ചെയ്തതിന്റെ ഡോക്യുമെന്റ്, അതാണ് മുന്നാധാരം എന്ന് പറയുന്നത്. ഒരു 30 ഇയേഴ്സിനുള്ളിലുള്ളതും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നോക്കിയിരിക്കണം. മൂന്ന്, റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നോക്കിയിരിക്കണം. അത് വില്ലേജ് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ കിട്ടും. റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള അവസരം കിട്ടും. 4, വില്ലേജ് ഓഫീസിൽ അപ്ലൈ ചെയ്യണം. 4, എൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അതായത് ബാധ്യതാ സർട്ടിഫിക്കറ്റ്. ചിലപ്പോൾ അതായത് ഈ വസ്തുവിന്മേൽ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടോ എന്ന് കാണിക്കാനായിട്ടുള്ളതാണ് EC. ചിലപ്പോൾ നാഷണലിസ്റ്റ് ബാങ്കിൽ ഉള്ളത് ഈ ECയിൽ അത് തെളിയണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ തണ്ടപ്പേർ കണക്ക് നോക്കിയാൽ മതി. നാഷണലിസ്റ്റ് ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും വ്യക്തമാക്കും. 4-മത്തത് LTR എന്ന് പറയും, ലാൻഡ് ടാക്സ് റെസിപ്റ്റ്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, കരമടച്ച രസീത് എന്ന് പറയും. അതിനകത്ത് വസ്തുവിന്റെ കൃത്യമായ തണ്ടപ്പേർ, നമ്പർ, സർവേ, റീസർവേ, ബ്ലോക്ക് നമ്പേഴ്സ്, വസ്തുവിന്റെ ഓണറിന്റെ ഫുൾ അഡ്രസ്, ഇതെല്ലാം അതിൽ വ്യക്തമാക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ചെക്ക് ചെയ്യാം. ഇനി BTR, ബേസിക് ടാക്സ് റെസിപ്റ്റ് എന്ന് പറയും. അതായത് വസ്തു ഏത് ഇനത്തിൽപ്പെട്ടതാണ്. കേരളത്തിൽ അറിയാലോ, പുരയിടമുണ്ട്, നിലമുണ്ട്, കൃഷിയോഗ്യമായ സ്ഥലമുണ്ട്. അങ്ങനെ ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നുള്ളൊരു കാര്യം ബേസിക് ടാക്സ് റെസിപ്റ്റിൽ തീർച്ചയായിട്ടും അതിനകത്ത് കള്ളമൊന്നും കാണിക്കാൻ പറ്റില്ല, അത് രേഖപ്പെടുത്തിയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരു വസ്തു മേടിക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ നിയമം അറിയാവുന്ന അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എല്ലാവിധ രീതിയിലും ധാരണകളുള്ള ഒരാളുടെ കയ്യിൽ കൊടുത്തിട്ട് ഉറപ്പുവരുത്തുക. പ്രത്യേകിച്ചും ആധാരവും മുന്നാധാരവും ഒക്കെ കൃത്യമായിട്ട് കണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം പ്രോപ്പർട്ടി വാങ്ങുക. പിന്നീട് ഉള്ള പ്രശ്നങ്ങൾ ഇതുവഴി നമുക്ക് ഒഴിവാക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.